ഹരി ഓം ശ്രീമന്നാരായണീയം ദശകം 2 ശ്ലോകം 2. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാംഗുലി അങ്കിത ശ്രീമന് ബാഹു ചതുഷ്കസം ഗദഗദാശങ്കാരി പങ്കേരുഹാം കാഞ്ചിൻ കാഞ്ചന കാഞ്ചിലാഞ്ചിതലസൽ പീതാംബരാലംബനീം ആലംബേ വിമലാംബുജദ്ദുതിപദാം മൂർത്തിം തവാർത്തിച്ചിദം. ശ്രീഹരേ നമ. കേയൂരാംഗത കങ്കണം മഹോത്തമ മഹാ രത്നാംഗുലീയാങ്കിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗതഗദാ ശങ്കാരി പങ്കേരുഹാം. കേയൂരങ്ങൾ, അംഗതങ്ങൾ, ശ്രേഷ്ഠങ്ങളായ മറ്റു വളകൾ, വിലയേറിയ വലിയ വലിയ രത്നങ്ങൾ പതിച്ച മോതിരങ്ങൾ, ഇവയാൽ അടയാളപ്പെട്ട ഭംഗിയേറിയ 4 തൃക്കൈകളിൽ എടുത്തിരിക്കുന്ന ഗദ, ശംഖ, ചക്രം, താമരപ്പൂ ഇവയെ കൊണ്ട് ശോഭിക്കുന്നതും കാഞ്ചന കാഞ്ചിലാഞ്ചിത പൊന്നരഞ്ഞാണം കൊണ്ട് അലങ്കൃതമായി ലസത് പീതാംബരാലംബനെയും വിലസുന്ന മഞ്ഞപ്പട്ടുടയാട് ചാർത്തിയതും വിമലാംബുജദ്വിതിപദാം നിർമ്മലമായ താമരപ്പൂ പോലെ ശോഭിക്കുന്ന തൃപ്പാദങ്ങളോട് കൂടിയതും ആർത്തിച്ഛിതം ദുഃഖത്തെ ഉന്മൂലനം ചെയ്യുന്നതും കാഞ്ചിത് വാക്കുകൾക്ക് വിവരിക്കാനാകാത്ത മഹിമയേറിയതുമായ തവ നിന്തിരുവടിയുടെ മൂർത്തിം അഹം ആലംബേ സ്വരൂപത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ശ്രീഹരേ നമ. കേയൂര അംഗദം അങ്കുലിയ ഇവ ചുമലിൽ നിന്ന് തുടങ്ങി ക്രമത്തിൽ വിരലോളം വ്യാപിക്കുന്ന ഹസ്താഭരണങ്ങളാകുന്ന സ്ഥാനഭേദവും രൂപഭേദവും നിമിത്തം കേയൂരവും അംഗതവും വിഭിന്നങ്ങളാകുന്നു. അംഗതത്തിന് പർത്തിക്കാമണിയെന്നും ഭാഷാപദം വേറെ കാണുന്നുണ്ട്. ഇവിടെ 2 പദ്യങ്ങളെ കൊണ്ട് പൊതുവിൽ ഭഗവത് സ്വരൂപം പൂർവാർത്ഥവും ഉത്തരാർത്ഥവുമേ വേർതിരിച്ച് കേശാദിപാദാന്തം വിവരിച്ച് ആവർത്തിച്ചതെന്ന വിശേഷണത്താൽ സൂചിപ്പിക്കുന്ന താപത്രയ നാശനത്തിന് തദ്രൂപം ഭജേ തവമൂർത്തി ആലംബെ എന്ന് ഉപസംഹരിച്ചിരിക്കുന്നതെന്നും ഈ 2 പദ്യങ്ങളും വിശിഷ്ട ഭഗവത് സ്വരൂപ ധ്യാനത്തിന് ഉത്തമങ്ങളാണെന്ന് കരുതി ഭക്തജനങ്ങൾ ധ്യാന ശ്ലോകങ്ങളായി ഇവ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഭാഗവതത്തിൽ കപിലമൂർത്തിയായ ഭഗവാൻ അമ്മയായ ദേവഹൂതിക്കും നാരദ മഹർഷി ബാലനായ ധ്രുവനും ഉപദേശം നൽകുന്ന സന്ദർഭങ്ങളിൽ ഈ ദൃശ്യമായ കേശാദിപാദ വർണ്ണനം നിബന്ധിച്ച് കാണുന്നതിനാൽ ഈ രൂപവർണ്ണനം ശരിക്കും പുരാണ രീതിയിലാണെന്ന് മനസ്സിലാക്കണം. ഭഗവാന്റെ ഈ ദിവ്യസ്വരൂപത്തെ നാം എപ്പോഴും ധ്യാനിക്കാൻ അതിനുള്ള ഭക്തി തരണമേ എന്ന് നാം എപ്പോഴും പ്രാർത്ഥിക്കുമാറാകണം. കേയൂരം, അംഗതം, കൈവളകൾ, ഉത്തമ രത്നനിർമ്മിതങ്ങളായ മോതിരങ്ങൾ എന്നിവയിൽ അലങ്കൃതമായ 4 തൃക്കൈകളിൽ ഗതശംഖ, ചക്രം, താമരപ്പൂവിന് ധരിച്ചും സ്വർണ്ണ നിർമ്മിതമായ അരഞ്ഞാണും മഞ്ഞപ്പട്ടും ധരിച്ചും പരിശുദ്ധമായ താമരപ്പൂവിനൊത്ത പ്രകാശമുള്ള പാദങ്ങളോട് കൂടിയതും സർവ ദുഃഖഹരവും അവർണ്ണനീയവുമായ അങ്ങയുടെ മൂർത്തിയെ ഞാൻ ഏകാവലംബമായി ശരണം പ്രാപിക്കുന്നു. അവിടുത്തെ ആ തൃപ്പാദത്തിൽ അടിയൻ സമസ്തവും സമർപ്പിച്ചിട്ട് അവിടുത്തെ ഭക്തിയോടുകൂടി ധ്യാനിക്കുന്നു. അതിനായിട്ടുള്ള ഭാഗ്യം തരണമേ എന്ന് നാം ഭഗവാനോട് പ്രാർത്ഥിക്കണം. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. മൂർഖന്നോ ശ്രീഹരി തിരുമേനിജി എഴുതിയ നിഴൽ നാരായണീയം എന്ന പുസ്തകത്തിലെ 2-ാം ദശകത്തിലെ 2-ാം ശ്ലോകം ഇവിടെ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. കേയൂരമംഗതം വള മോതിരവും അണിഞ്ഞോരാ കരങ്ങളിൽ ശംഖ ചക്രം ഗദാ പത്മവും പൊന്നരഞ്ഞാണവും മഞ്ഞപ്പൂന്തുകിലും മിന്നീടും നിൻ പാദപൽപ്പം എന്നുമെനിക്കേകാവലംബം. ശ്രീഹരേ നമ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.